കേക്ക് നക്കിയുടെ ഭീഷണിക്ക് വഴങ്ങി രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കണോ? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ ഒരിടം. കഴിഞ്ഞ ദിവസം കേക്കച്ചൻ നടത്തിയ പ്രസ്താവന കണ്ട് കോൺഗ്രസ് അനുഭാവികൾ അന്ന് തുടങ്ങിയ പൊങ്കാലയാണ്. ഇന്നുവരെ കേക്കച്ചനെ അവർ നിലത്തിറക്കിയിട്ടില്ല. ലോകചരിത്രത്തിൽ ഇതുപോലെ നാട്ടുകാരുടെ തെറിവിളിയിരുന്ന് വാങ്ങിയ തള്ളയ്ക്കുവിളി കേട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ടോ? കാണാൻ സാധ്യതയില്ല. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ അവൻ തൻ്റെ അളിഞ്ഞ ആ നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണത്രേ. മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണത്രേ. അതിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ലത്രേ. ആരാണ് ആ മൂത്ത നേതാക്കന്മാർ? ഞാനും അപ്പനും സുഭദ്രാമയും എന്ന് പറയുന്നത് പോലെ കോക്കച്ചനും ആലപ്പുഴ കോവാലനും അരമനക്കുണ്ടനും പിന്നെ തീവട്ടി രമേശനും. ഇവന്മാരാണ് ആ മൂത്ത നേതാക്കന്മാർ. ഇവന്മാർക്കാണ് രാഹുലിനെ വെട്ടിനിർത്തേണ്ടുന്നത്. പാലക്കാട്ടെ ജനങ്ങൾ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച നിയമസഭയിലേക്ക് അവരുടെ നാവായി അയച്ച രാഹുൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിന് കയറിപ്പോകരുത് എന്ന് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് കേക്ക് നക്കി ഒതുക്കേശൻ. പിണറായിയുടെ അച്ചാരം വാങ്ങി ജെട്ടി വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളിയായ കേക്കച്ചൻ ദുബായിൽ പോയി അച്ചാരം വാങ്ങിയത് കൊണ്ട് നിലപാട് മാറ്റാൻ വയ്യത്രേ. സരിതയെ ഇറക്കി ഉമ്മൻചാണ്ടിയെ അവമാനിച്ചപ്പോൾ ആ നിലപാടെടുത്ത് ഇവൻ കോണകത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. ആ താടകയെ ഇറക്കിയ കൊണേശനെ മന്ത്രിയാക്കുവാൻ തീരുമാനിച്ചപ്പോഴും നിലപാട് കോണകത്തിൽ തന്നെ സുരക്ഷിതമായി ഇരുന്നു. കടമെടുത്ത് ഓണസദ്യ നടത്തിയ പിണറായിയുടെ കീഴിൽ ഇലനക്കാൻ കുനിഞ്ഞിരുന്നപ്പോഴും നിലപാട് പുറത്തെടുക്കുവാൻ തോന്നിയില്ല. ഇപ്പോൾ ഏതോ വെടിക്കെട്ടിന് പോയപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് എവിടെയോ നിന്ന് പറഞ്ഞതിൻ്റെ വെറും ഊഹാപോഹങ്ങളുടെ പേരിൽ നിലപാടുകളുടെ മൊത്തക്കച്ചവടക്കാരൻ നിലപാട് വാരി വിതറി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. രാഹുൽ നിയമസഭാ സമ്മേളനത്തിന് വരാൻ പാടില്ല പോലും. കേക്കച്ച പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ കൈയൊഴിഞ്ഞ നീ എന്തിനു പിന്നെ ഈ വിഷയത്തിൽ ഇത്ര വാശി പിടിക്കുന്നു? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള ചോദ്യം ഇതാണ്. കേക്ക് നക്കിയുടെ ഭീഷണിക്ക് വഴങ്ങി രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കണോ? അങ്ങനെ പറയുവാൻ ഇവന് എന്ത് യോഗ്യതയാണ് ഉള്ളത്? കേക്കച്ചനോട് വലുതും മറുത്തു പറഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് സീറ്റ് കിട്ടില്ല എന്ന് പേടിച്ച് കോൺഗ്രസിലെ വാളാവളഞ്ചന്മാർ അണ്ണാക്കിൽ പഴവും തിരുകി മിണ്ടാതിരിക്കുകയാണ്. ജനങ്ങളെ, പാലക്കാട്ടെ ജനങ്ങളെ, നിങ്ങൾ പ്രതികരിക്കുക. ഈ കേക്കച്ചന് ഉചിതമായ ഭാഷയിൽ, ശക്തമായ ഭാഷയിൽ നിങ്ങൾ മറുപടി കൊടുക്കുക. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ എന്താണ് എന്ന് ഈ കേക്കച്ചൻ i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഞങ്ങളെ വിളിച്ച് പ്രതികരണം അറിയിക്കുന്നതിനൊപ്പം നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുവാനുള്ള ഒരു പ്രത്യേക ലിങ്ക് കൂടി ഇന്ന് മുതൽ ഞങ്ങൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റി, വാട്സാപ്പ് ചാനൽ, i2i ന്യൂസിൻ്റെ മറ്റെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഞങ്ങൾ ആ ലിങ്ക് നൽകുന്നുണ്ട്. അതിൽ ദയവായി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആ പ്രതികരണങ്ങളെല്ലാം ക്രോഡീകരിച്ച് സേവ് കേരള മൂവ്മെന്റ് രാഹുൽ ഗാന്ധിക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞാൻ അടൂരിനാ വിളിക്കുന്നത്. എൻ്റെ പേര് മാത്യു എന്നാണ്. ഈ രാഹുലിനെ പുള്ളിക്ക് അടഞ്ഞ അധ്യായമായിട്ട് തള്ളിക്കളഞ്ഞ് ഈ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി ആ പുള്ളിയെ അച്ചാരം മേടിച്ചിറങ്ങിയിരിക്കുക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവി മാത്രമേ ഉള്ളൂ. കാരണം അപ്പോൾ തനിക്ക് പുള്ളി ഇവിടുന്ന് പോയാലും പുള്ളിക്ക് പെൻഷൻ കിട്ടും, പുള്ളിയുടെ ആയുഷ്കാലം വേണ്ടതെല്ലാം കിട്ടും, ഇതുവരെ കട്ടു നിന്നതിന്റെ എല്ലാം പുള്ളിക്ക് പങ്ക് കിട്ടും. പിന്നീട് പുള്ളിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തകർന്നു പോയാലും പുള്ളിക്ക് ഒന്നും നേടാനില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചോളം പുള്ളി അതാ പറഞ്ഞ് ഞാൻ വനവാസത്തിന് പൊക്കോളാമെന്ന്. പുള്ളിക്ക് അതുകൊണ്ട് ഒരു നഷ്ടവും വരുന്നില്ല. നഷ്ടം വരുന്ന ആർക്കാ? ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അതിനെ സ്നേഹിക്കുന്നവർക്കും അതിനെ അത്രമാത്രം അകവഴിഞ്ഞ് മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്കേ ഉള്ളൂ നഷ്ടം. പുള്ളി പറയുന്നേ പുള്ളി അങ്ങ് ഏറ്റെടുത്തോളാം. പുള്ളി എന്തോ ഏറ്റെടുക്കുന്നേ? കോൺഗ്രസ് സ്ഥാനത്തെ മുഴുവൻ കുട്ടിച്ചോറാക്കി നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഈ തുടർ ഭരണത്തിന് പിന്നെ ഇടയുണ്ടാക്കി കൊടുത്തിട്ട് പുള്ളി അങ്ങ് പോകും. പുള്ളിക്ക് എന്തോ നഷ്ടം? അവന് കിട്ടേണ്ട പെൻഷനോ മറ്റു കാര്യങ്ങളോ എല്ലാം കിട്ടും. മറ്റുള്ള കോൺഗ്രസിന്റെ പ്രസ്ഥാനം മുഴുവൻ തകർന്നില്ലേ? ഒരു യുവനിര വളർന്നു വരാനോ അവരെ മുൻപോട്ട് പോകാനോ ഒരിക്കലും അനുവദിക്കത്തില്ല. നിയമസഭാ സമ്മേളനത്തിന് രാഹുൽ വരാൻ പാടില്ല എന്ന് അതിനോട് യോജിക്കുന്നു. അതിന് ഈ ജനങ്ങൾ തെരഞ്ഞെടുത്തവർ പിന്നെന്തോ ഉള്ളവർ എന്തടിസ്ഥാനത്തിലാണ് പുള്ളി പറയാൻ പറ്റുന്നേ? കാരണം പുള്ളിക്ക് ചില കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ്. അല്ലെ പുള്ളി എന്തുകൊണ്ടാണ് അത് പറയുന്നേ? അതിന് കാരണം എന്തെങ്കിലും കാണത്തില്ലേ?
കാരണം ഒരു ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് തന്റെ പേരിൽ യാതൊരു കുറ്റം ഇതുവരെ തെളിയിക്കപ്പെട്ടില്ല. ആരോ എന്തോ ആരോപണം പറഞ്ഞു, പുള്ളി കേട്ട പാതി കേൾക്കാത്ത പാതി അതിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുള്ളിയെ പുറത്താക്കി. അതിന്റെ കാരണം എന്തുവാ? അങ്ങനെയാണോ ഒരു നടപടി എടുക്കുന്നേ? അണ്ട് മാർക്സിസ്റ്റുകാർ അവരുടെ ആൾക്കാരെ എല്ലാം സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെല്ലാം കടന്നു ചെല്ല്, ഒന്ന് അവരുടെ പിന്നെ ഏതാ രോമത്തെ തൊടാൻ പറ്റുന്നുണ്ടോ? ഇയാൾ മാത്രം കോൺഗ്രസിന് ഒരു ആദർശം, ഇദ്ദേഹത്തിന് എന്തോ ഒരു കുറ്റം ചെയ്യാത്ത ഒരു യുവതലമുറ വരുന്ന അതിന്റെ പ്രതീകത്തെ തകർക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം എന്തുവാ? അത് ഇനി പുള്ളിക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് പുള്ളി പറയുന്നത്. പുള്ളി ആരെ ഒറ്റയ്ക്ക് പറയാൻ? പുള്ളിയുടെ സ്വന്തം വല്ലതും വീട്ടിലെ വകയാണോ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്? അപ്പൊ അതെന്താ അതിനെക്കുറിച്ച് ഒരു ഇതും ഇല്ലേ പുള്ളിക്ക്? പുള്ളി മാത്രമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്? പുള്ളിയുടെ വല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ ഈ കോൺഗ്രസ്? എന്തുകൊണ്ട് ഈ ദേശീയ നേതൃത്വം ഇതിനെതിരെ ഒന്നും അനങ്ങുന്നില്ല? പുള്ളി വളരെ മാന്യമായ ഒരു വ്യക്തിയാണ് രാഹുല്. ഞങ്ങളുടെ അടുത്തുള്ള ആളാണ്, വളരെ മാന്യനായ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാ. അവർക്കൊരു കുടുംബ പശ്ചാത്തലം ഉണ്ട്, അതെല്ലാം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അല്ല, അങ്ങനെ കരുതായിരിക്കും ഒരു ഏത് കോടതിയിലാണെങ്കിൽ പോലും ഏതൊരു നിയമ നടപടി അല്ലെങ്കിൽ ഒരു ശിക്ഷാ നടപടി എടുക്കുന്നതിന് മുമ്പേ ഒരു എൻക്വയറി ഉണ്ട്, അന്വേഷണം ഉണ്ട്, അതിന്റെ തെളിവുണ്ട്. ഇത് യാതൊന്നും ഇല്ല. ഞങ്ങൾ തീരുമാനിച്ചു. എന്തോ തീരുമാനിച്ചേ? ആണ്ട് അടൂർ പ്രകാശ് ഉണ്ട്, പുള്ളി മാന്യമായിട്ട്, പുള്ളി ഒരൊറ്റ അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. അവരെത്ര മാന്യമായിട്ട് അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്നേ? എന്താ മറ്റുള്ള നേതാക്കന്മാരാരും അതേക്കുറിച്ചൊന്ന് ഇത് മുഴുവൻ ഇദ്ദേഹത്തിന്റെ പാലാട്ടികളാണോ കോൺഗ്രസ് എന്ന് പറയുന്നത്? കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇയാളെ പേടിച്ച് മൗനമായിരിക്കുന്ന അയാളെന്തോ അത്ര വലിയ ആളാണോ? അത് കോൺഗ്രസ് മുക്ത ഭാരതമാവും. കേരളത്തിൽ 5-6 കോൺഗ്രസ്സുകാരുള്ളവരെ ഉള്ളത് തകർക്കുക, അത്രേ ഉള്ളൂ. ഒരു സിൻസിയറായിട്ടുള്ള കുറെ കോൺഗ്രസ്സുകാർ കേരളത്തിലുണ്ട്, അതിനെ സ്നേഹിക്കുന്നവരുണ്ട്, അവരെ കൂടെ ഇല്ലായ്മ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിന്റെ കാര്യത്തിൽ പുള്ളി തീരുമാനം എടുത്തെന്ന് പറഞ്ഞപ്പോൾ അതിൽ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ജയിക്കാവുന്നൊന്നും ചിന്തിക്കണ്ട. അൻവാറിന്റെ വേറെ സംഗതി, ഇദ്ദേഹത്തിന്റെ വേറെ സംഗതി. ആൾക്കാരെല്ലാം അറിയാം പുള്ളി എന്തിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, പുള്ളിയുടെ പ്രസ്ഥാനത്തിൽ പോയിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്, അല്ലെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. വളരെ മിടുക്കനും വളരെ ഊർജ്ജസ്വലനും നമ്മളെ എല്ലാം കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷയായി ഇവരെ പോലുള്ള ഒരു 3-4 പേര്. അപ്പൊ അവരെ എല്ലാം തകർത്ത് അടിച്ചമർത്തി നിശബ്ദരാക്കുക അല്ലേ, എന്നിട്ട് അവരെ പുറത്താക്കുക. രണ്ടാം നിര ഒരിക്കലും കോൺഗ്രസിൽ വരരുത്. അതൊക്കെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. പക്ഷെ അതുകൊണ്ട് വരുന്നത് എന്തുവാ? നോക്കിക്കോ അടുത്ത ഭരണം എന്തുവാന്ന്. ഇവരൊക്കെ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ അതിന്റെ പ്രതിഫലനം ജനങ്ങളെ കാണിച്ചു കൊടുക്കും. എന്റെ പേര് കുഞ്ഞുമോൻ. നമ്മളൊരു ചോദ്യം ഇതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിന് സഭയിൽ പോകണോ വേണ്ടയോ? പോകണം, അതായത് പോകണം. സമ്മേളനത്തിൽ പോയവൻ എന്നാ ചെത്തുവോ? സതീശൻ ചെത്തുന്നൊന്നും നമുക്ക് കാണാം. സതീശൻ ചെത്തട്ടെ, നമുക്ക് സതീശനൊന്ന് കാണാം. അത് ശരി, ഇവന്റെ നിന്നുകൊണ്ട് കേക്ക് മുറിച്ചത് ഇവൻ. ഈ കേക്ക് മുറിപ്പിച്ചല്ലേ ഇവൻ ഈ പരിപാടി കാണിച്ചത്. അപ്പൊ ഇവൻ എന്ത് സ്വാതന്ത്ര്യം കൊണ്ട് ആരെ കൊണ്ട് എന്തും പറയിക്കാൻ, അതല്ലേ സാറേ ഇവൻ ഉദ്ദേശിച്ചത്? ആ ചെറുക്കൻ ഒരു നല്ല മര്യാദക്കാരനും പ്രതിപക്ഷ നേതാവിന്റെ ചാർജ് ചെയ്യുന്ന അങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിപക്ഷ നേതാവിന്റെ ആക്ട് ചെയ്യുന്നത്, പ്രതിപക്ഷ നേതാവിന്റെ ചെയ്യുന്നത് രാഹുല. അപ്പം ഈ പിണറായി വിജയന്റെ പോയി നക്കി തുടച്ചും അതിന് പുറകിലുള്ള ആഴ്ചയുള്ള ചില്ലറയും മേടിച്ച് ഇവനെന്നാ ഉത്തരവാദിത്വം? നിയമസഭയുടെ കരം കെട്ടുന്ന ഇവനാണോ? ആണോ? നിയമസഭയ്ക്ക് കരം കെട്ടുന്ന ഇവനാണോ? അല്ലല്ലോ. അതോ ഇതിന്റെ കാരണവർ കണ്ടതാണോ? അല്ലല്ലോ. അയാൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതായ കൊണ്ട് അയാൾ അവിടെ ചെല്ലും. അല്ലെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇവനല്ല തീരുമാനിക്കുന്നത്. ഇവനല്ല വോട്ട് കംപ്ലീറ്റ് മേടിച്ചു പോകണ്ടോ അതിൻ്റെ അത് പെട്ടിക്കാത്തിട്ടത്. ഇവരുടെ കുടുംബത്തുള്ളതല്ലല്ലോ. ഇവനെ ആരാണ്ട് പറയുന്ന പോലെ വെറുതെ കോൺഗ്രസ് പാർട്ടിയുടെ പേര് കളയാനായിട്ട് വെറുതെ ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്യുവിന്റെ കരച്ചിൽ കാണണം. സാറേ, കഴിവില്ലാത്തവന്റെ പെണ്ണും പിള്ള എല്ലാവരുടെയും പെണ്ണും പിള്ളയാണ് സാറേ. ഇതിന് എന്തെങ്കിലും ന്യായമായ തീരുമാനം നിങ്ങൾ ദിവസം ഇത് തന്നെ ചെയ്യുക. കാരണം ജനങ്ങളുടെ ഇതെല്ലാം നമുക്ക് നോക്കാം. ഇവൻ പറയുന്നത് ശരിയായിട്ടുള്ളതേ അല്ല. ഇവനുകൊണ്ട് ചെന്നിത്തല സകലം മര്യാദ കൊണ്ട്. ഇപ്പൊ അയാൾ ഇത് തന്നെ ഈ തമ്മിൽ ഒരു വാക്കുണ്ട്, പന്നിക്കുട്ടി ചേർത്ത് കൂടത്തില് കണ്ണുകുട്ടിയും പീ തിന്നെന്ന്. കിടാവും പന്നിയും കൂടെ ഒന്നുപോലെ തീട്ടം തിന്നെന്ന് പറഞ്ഞ പോലെ ഇവന്റെയൊക്കെ പരിപാടി. എന്റെ പേര് ശ്യാമള, ഞാൻ പോത്തൻകുടി നിന്നാണ്. രണ്ടുപേര് കൂടി തെറ്റ് ചെയ്യുമ്പോ എങ്ങനെയാണ് സാറ് ഒരാള് തെറ്റുകാരനാവുന്നത്? ആണും പെണ്ണും കൂടി ചെയ്യുന്ന തെറ്റിന് ആൺപിള്ളേർ മാത്രം എങ്ങനെയാണ് തെറ്റുകാരാവുന്നത്? അപ്പൊ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളാണെങ്കിൽ ആൺപിള്ളേരോടെ ഇങ്ങനെ തെറ്റിന് പോകും. അഥവാ പോയാല് തന്നെ അവരത് പുറത്ത് പറയൂ. അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വിവരവും വിദ്യാഭ്യാസവും എന്നുള്ള ഒരാളൊന്നും അല്ല ഞാൻ. എനിക്ക് 61 വയസ്സ് പ്രായമുണ്ട്. ഞാൻ 2 ആൺകുട്ടികളുടെ അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു,
ഈ VD സതീശൻ എന്ന് പറഞ്ഞാൽ ഈ പിണറായിയുടെ കയ്യിൽ നിന്നും എത്ര കോടി രൂപ വാങ്ങിക്കൊണ്ടാണ് ഈ രാഹുലിനെ ഈ വിധം കള്ളക്കേസിൽ പെടുത്തിയതെന്നുള്ളത് അത് സാറൊന്ന് തിരക്കണം. ഇത്രയും ചാനലുകളും മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ ഒരു ചാനലിന് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ ഒരു വലിയ പ്രസക്തിയോടെ ഈ വാർത്ത സംപ്രേഷണം ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് സാറ് തന്നെ ഇതിനൊന്ന് മുന്നിട്ടിറങ്ങി ഇത് എത്ര കോടി രൂപ വാങ്ങിച്ചിട്ടാണ് ഒരു പയ്യനെ ഈ വിധം അവന്റെ രാഷ്ട്രീയ ഭാവിയെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വിധം എന്ന് അന്വേഷിച്ചറിയണം. എപ്പോഴൊക്കെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടോ ആ സമയത്തെല്ലാം രാഹുലിനെ മാത്രം കേന്ദ്രീകരിച്ച് അവർ എന്തെല്ലാം നീലപ്പെട്ടിയും മറ്റു വിവാദങ്ങളും സ്ത്രീ വിഷയങ്ങളും ഒക്കെ അവരുണ്ടാക്കി. അതൊന്നും തന്നെ വില പോയില്ലെന്ന് കണ്ടപ്പോഴാണ് അവര് പിന്നെ ഇങ്ങനെ പിള്ളേരെ അവര് രംഗത്തിറക്കി. ഇന്നലെ സതീശൻ നിന്ന് പറയുന്നു കേരളം മുഴുവൻ ആർത്തിരമ്പി വന്നാലും ഞാൻ മാറത്തില്ല എന്റെ നിലപാടിൽ നിന്ന്. അതുപോലെ ഇവൻ പറയുന്നു നിയമസഭാ സമ്മേളനത്തിന് ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഈ രാഹുല് നിയമസഭയിൽ കയറാൻ പാടില്ല എന്ന് ഇവൻ വരട്ടുന്നു. എന്ത് തോന്നി ഇതിനോട്? അവൻ വെറും പട്ടി പന്ന ചെറ്റ ആണെന്ന വാക്കിന് തന്നെ നാണക്കേട്, അപമാനം. VD സതീശൻ എന്ന് പറഞ്ഞാല് അവൻ പ്രതിപക്ഷത്തിരുന്നത് കൊണ്ടാണല്ലോ ഭരണപക്ഷം ഇത്ര കൊള്ളരുതായ്മകള്, ഈ അഴിമതി അക്രമം കൊള്ളരുതായ്മകൾ എത്ര കാണിച്ചത്. പ്രതിപക്ഷം ശക്തമല്ലാഞ്ഞിട്ടല്ലേ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇവനെയൊക്കെ പ്രതിപക്ഷത്തിരുത്തുന്നത് എന്തിനാണ്? ഭരണപക്ഷം കാണിക്കുന്ന കൊള്ളരുതായ്മകളും വല്ലായ്മകളും ഒക്കെ ചോദ്യം ചെയ്യാനല്ലേ. അവര് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമല്ലേ അവരെ കൊള്ളരുതായ്മകൾ അവര് തിരുത്തൂ. ഈ കോൺഗ്രസ് നേതാവ് ഒരു പയ്യനെ ഈ സ്റ്റേഷനിലിട്ട് കുനിച്ചിർത്തിട്ട് ഇടിച്ച് മർദ്ദിക്കുന്ന സമയത്ത് ഇവൻ പിണറായിയുടെ അടുത്തിരുന്ന് ഇവൻ സദ്യ നക്കുന്നത് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? കക്കിച്ചെനിക്ക് തുപ്പാൻ തോന്നുന്നു. ഞാൻ കോൺഗ്രസ് പ്രവർത്തകയല്ല, ഞാൻ യഥാർത്ഥത്തിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരി ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ. പിന്നെ ഇവരുടെ ഈ പിണറായിയുടെ കൊള്ളരുതായ്മ എല്ലാം കണ്ട് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പാർട്ടി മാറി. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് കഴിയുമ്പോഴത്തേക്കാണ് കോൺഗ്രസിലെ ഈ തരം എന്ത് പറയട്ടെ, വാക്കുകളില്ല. അങ്ങനത്തെ കൊള്ളരുതായ്മ ചേറ്റത്തരം ഈ തെമ്മാടി യവൻ കാണിച്ചത് യവൻ വിസർജ്യം വാരി നക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. യവൻ വോട്ട് ചോദിച്ച് ഇവനെന്നല്ല, ഇവന്റെ പാർട്ടിക്ക് വേണ്ടി ഏതവനെങ്കിലും ഒരുത്തൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിങ്ങായല്ല ഏതവനെങ്കിലും ഒരുത്തൻ എന്റെ വീട്ടിൽ വന്നാല് ഞാൻ ചാണകം മുക്കിയല്ല ഞാൻ അടിക്കാൻ പോണത്. ഞാൻ എന്റെ മുറ്റം തൂക്കുന്നതോടൊപ്പം ഞാൻ ക്ലോസറ്റിനകത്തിട്ട് ഞാൻ മുക്കിയിട്ട് അത് വെച്ച് ഞാൻ അടിച്ചിട്ട് പറയും, എടാ ഈ അടി പിന്നെ VD സതീശൻ എന്നുള്ള ചേറ്റ തെമ്മടിക്കുള്ള അടിയാണ് നിനക്ക് തന്നത് എന്ന് ഞാൻ പറയും. ഞാൻ അത് വീഡിയോ എടുത്ത് ഞാനത് പോസ്റ്റ് ഇടുകയും ചെയ്യും. ഞാൻ അതിന് വേണ്ടി ഇരിക്കുകയാണ്. കാര്യം ഞാൻ 2 ആൺമക്കളുള്ള ഒരമ്മയാണ്. എന്ത് ചേറ്റത്തരങ്ങൾ പെൺകുട്ടികൾ പറഞ്ഞിരുന്നാലും, പെൺകുട്ടികളെന്നൊന്നും ഇവളെയൊക്കെ വിളിക്കരുത്, ഇവളൊക്കെ പറഞ്ഞിരുന്നാലും നമ്മുടെ നിയമം അവർക്ക് അനുകൂലമാണെന്നുള്ളൊരൊറ്റ കാരണത്താലാണ് ഈ വിധം കൊള്ളരുതായ്മകളെ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. 35 വയസ്സായ ഒരു ചെറുപ്പക്കാരനല്ലേ, അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനല്ലേ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവര് 2 പേരും കൂടി തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും 2-3 വർഷത്തിന് മുമ്പുണ്ടായ ഗർഭം അത് ഇതുവരെയും പ്രസവിച്ചില്ലേ? 10 മാസമല്ലേ ഉള്ളൊരു ഗർഭത്തിന്റെ കാലാവധി. ഇപ്പൊ 3 വർഷമായപ്പോഴത്തേക്കാണ് അത് പുറത്തു വന്നത്. എന്നാ നീ തന്റെ ഇടത്തോടെ അച്ഛന് പറഞ്ഞ മോളാണെങ്കിൽ നീ വന്ന് പറ, നിന്റെ മുഖവും എല്ലാം കാണിച്ചുകൊണ്ട് നീ പറ, ഞാൻ എന്നെയാണ് ഗർഭിണിയാക്കിയത്, ഞാനാണ് പരാതിക്കാരി. ഇപ്പം കുപ്പിയുണ്ടോ പാട്ട എന്ന് പറഞ്ഞ് ആക്രിക്കാർ നടക്കുമ്പോഴല്ലേ ക്രൈം ബ്രാഞ്ച് നടക്കുന്നത്, പരാതിക്കാരുണ്ടോ എന്ന്. അപ്പൊ ഇത് എല്ലാം സാധാരണ മനുഷ്യര്. പിണറായിയാണ് ലോക ചെറ്റയെന്ന് ഞങ്ങളെല്ലാം വിചാരിച്ചത്. ഇത് പിണറായിയെ ഇനിയും അധികാരത്തിലേറ്റാൻ എനിക്ക് മനസ്സിലായത് അതാണ്. പിണറായി അല്ലാതെ ഒരു കോൺഗ്രസ് BJP കേരളത്തിൽ വരില്ല, എന്നാലും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിണറായിയുടെയും മകളുടെയും കൊള്ളരുതായ്മ പുറത്തു കൊണ്ടുവരും, ജയിൽ ശിക്ഷ അനുഭവിക്കണം. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് ഇത്ര കോടി തരാം, 1000 കോടി രൂപ ഞാൻ നിനക്ക് തരാം.
നീ ഇങ്ങനെ ചെയ്ത് നിന്നെ പാർട്ടിയെ നീ തോപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അധികാരത്തിൽ തന്നെ വരും. അപ്പം മരിക്കും വരെ എനിക്ക് എന്റെ മകൾക്ക് ഒരു ദോഷം വരൂല എന്ന് എവനും BD സതീശനും കൂടിയുള്ള ധാരണ. അല്ലാതെ ഇത് വേറൊന്നുമല്ല. ഉപ്പ് ചേർത്ത് ആഹാരം കഴിക്കുന്ന ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് അങ്ങനെയാണ് മനസ്സിലായത്. ഇതെന്തോന്ന് കേരളം? ഇതാണ് സാക്ഷര കേരളം? ഇതാണ് സാക്ഷര കേരളം? ഒരു പാവം ഒരു പോറ്റി ചെറുക്കനെ ഇടിച്ച് നശിപ്പിച്ച് അവന്റെ പ്രശ്നസഞ്ചി പോലും അടിച്ച് നശിപ്പിച്ചിട്ട് അത് CCTV ദൃശ്യത്തോടു കൂടി ഒരു പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും നടന്ന അവന്മാര് ഇന്നും എന്റെ വരെ പൈസ ഞാൻ വരെ കരമടയ്ക്കുന്ന പൈസയുടെ അംശം അവന്മാര് കൈപ്പറ്റിക്കൊണ്ടല്ലേ അവന്മാര് ഇന്നും നെഞ്ചിഞ്ഞളിച്ച് നടക്കണത്. ഇത് യവന്മാരെല്ലാം മുകളിൽ തട്ടിലുള്ളവരെല്ലാം ഇവരൊന്നാണ്. ഈ താഴെ തട്ടിലുള്ളവരാണ് പാർട്ടി വേർതിരിച്ച് കണ്ടു വോട്ട് ചെയ്യണത്. അതാണ് പറയുന്നത് പൊതുജനം കഴുത. നമ്മൾ കഴുതകളായത് കൊണ്ടാണ്. ഞാൻ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. സതീശൻ പറയണത് എന്താ, ഞാൻ എന്റെ തീരുമാനത്തിന് മാറില്ല. ഇത് തന്നെയാണ് ഇനി പറഞ്ഞിട്ടുള്ളത്. അയാൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അയാൾ നടപ്പിലാക്കും. ഇയാളിന് വാക്കുമല്ല, കാരണം അവര് തമ്മിലുള്ള ഗ്യാരണ്ടി അതാണ്. ഇതിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ അതുകൊണ്ട് പിന്നെ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ഷനിന് നിൽക്കുമെന്ന്. അത് തീരുമാനം എന്ന് പറഞ്ഞിട്ട് അവള് മുക്കി നിൽക്കുകയാണ്. അപ്പൊ അതായത് അവൾക്ക് ഒരു സീറ്റ് വരെ ഇയാൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അതിന് മനസ്സിലാക്കുന്നത്. ഇവിടെ അറിയിക്കാൻ നമുക്ക് ആരെന്ന് പറയും, ഇയാളുടെ മോളില് ആർക്കും ഇല്ല. അപ്പൊ നമുക്കിത് മോളിലേക്ക് അറിയിക്കണം. സുധാകരൻ സാറില്ല, മോളിലേക്ക് ഇവരുടെയൊക്കെ മോളിലേക്ക് ഇതിലേക്ക് എത്തിക്കണം. അല്ലാതെ ഇങ്ങനെ പറഞ്ഞ നാണില്ലാത്തവനോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളിപ്പോ മറ്റുള്ളവരും ഇയാളെ പറ്റി എന്ത്, അയാൾക്ക് നാണില്ല, കാരണം അയാൾക്ക് പറ്റില്ല, കാരണം അയാൾ അങ്ങനെയുള്ള വാക്കിലാണ് അത് നിൽക്കണത്. ഇപ്പൊ തന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. മുഖ്യമന്ത്രി ഇതുവരെ ഇറങ്ങിയിട്ട് അയാൾക്ക് ചോദിക്കാം, രാഹുലിനെതിരെ എത്ര പെണ്ണുങ്ങൾ വേണമെങ്കിലും വന്നോട്ടെ, പരാതിയായിട്ട് വന്നോട്ടെ, സംരക്ഷണം കൊടുക്കാം. ആ മുഖ്യമന്ത്രി നാളേൽ ഒളിച്ചിരിക്കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു പിടുത്തം കിട്ടുന്നത് വരെ അയാൾ പുറത്തു വരില്ല. അപ്പൊ ഇവ പുറത്തു വന്ന് അയാള് ഇതുപോലെ കസരമ വളഞ്ഞു കൂട്ടിയിരുന്ന് അയാള് പറഞ്ഞ് ഇതാക്കും. ഇപ്പൊ ഇയാൾക്ക് ചോദിക്കാം, ആണത്തുണ്ടെങ്കിൽ അത് തൻ്റെതുണ്ടെങ്കിൽ പറയണം, ആർക്കൊക്കെയാണ് പോലീസുകാരിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്, അവരൊക്കെ രംഗത്ത് വരണം, അവർക്ക് സംരക്ഷണം കൊടുക്കും എന്ന് ഗവൺമെന്റ് പറയുന്നത്. മുഖ്യമന്ത്രി എന്താ പറയണേന്ന് നോക്കട്ടെ. ഇതൊക്കെയാണ് ഒരു. അപ്പൊ ഇതിനിപ്പോ സാറ് ഈ പറയുന്നത് കൊണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് ഉണ്ട് ഈ അഭിപ്രായം. പക്ഷേ ഇയാൾക്കൊരു നാണല്ല, ഇവിടെയുള്ള നേതാക്കന്മാർക്ക് ഒരു തീരുമാനം എടുക്കാനും പറ്റില്ല. രാഹുൽ സഭയിൽ പോകണോ വേണ്ടയോ? തീർച്ചയായിട്ടും പോകണം. ജനപ്രതിനിധിയല്ലേ, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളല്ലേ. കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറഞ്ഞാലും പാർട്ടി അവിടെ പ്രതിനിധിയെ കൊണ്ട് നിർത്തി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പുള്ളിയെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്, പുള്ളി നിയമസഭയിൽ പോകണം. അതാ ചെയ്യേണ്ടത്, അല്ലാതെ പാർട്ടി അല്ല തീരുമാനിക്കേണ്ടത്. പുള്ളിയെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പുള്ളി നിയമസഭയിൽ പോകേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 100% അദ്ദേഹം പോകണം. പിന്നെ VD സതീശൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ്, പുള്ളിക്ക് എന്ത് തെളിവാണുള്ളത്? പുള്ളി ഇന്നലത്തെ ഒരു വാർത്താ സമ്മേളനം കണ്ടു, ഇത് ഒരു അടഞ്ഞ അധ്യായമാണ്. എന്താ അടഞ്ഞത്? പുള്ളിക്ക് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? അത് തീർച്ചയായിട്ടും അദ്ദേഹം കാണിക്കുന്നത് വെറും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ്, ജനങ്ങളെ വെറും പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണ്. സാറിന്റെ ന്യൂസ് മിക്ക ദിവസം കേൾക്കുന്നുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ്. ഇവന്റെ ഈ നിലപാട് കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് നേട്ടമാണോ കോട്ടമാണോ വരുന്ന തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്? അത് തീർച്ചയായിട്ടും നേട്ടം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. 100% നേട്ടം ഉണ്ടാകാൻ ചാൻസ് ആകത്തില്ല. അതെല്ലാം ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ നിലപാട് രണ്ടോ. ഞാൻ ചോദിക്കാം, ഒരു വ്യക്തി ഇത്രയും നാളും ഒരു കോൺഗ്രസിനെ ഒരു 4-5 വർഷമായിട്ട് പിടിച്ചു നിർത്തിയ ഒരാളാണ്. ഫൈറ്റിങ്ങിലായാലും എന്തിനായിട്ടായാലും ഒരു ഡിബേറ്റ് വന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതുപോലെ സംസാരിച്ച് ജനങ്ങളെ കയ്യിലെടുത്ത് അതുപോലെ മറ്റുള്ളവരെ നമ്മുടെ പ്രസ്ഥാനത്തെ കൂടി ഉദ്ധരിച്ചു നിർത്തിയ ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അതിനെ നിലനിർത്തിയ ഒരാളാണ്. അതുപോലെ ഒരു ഡിബേറ്റ് ഒരു വ്യക്തി സതീശനൊന്നും ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു നിലപാടോ ഇപ്പോഴും ഇല്ലല്ലോ. എന്തെല്ലാം ആരോപണങ്ങളുണ്ട്, എന്നിട്ട് പോലും അതിനൊന്ന് ഡിബേറ്റ് ചെയ്യാൻ പുള്ളിക്ക് കഴിയുന്നില്ലല്ലോ. ഇപ്പൊ എന്താണ് ആ പയ്യൻ പോലീസിന്റെ ഇടി കൊണ്ടുവച്ച് 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഇത് നേരത്തെ ഇവർക്ക് അറിയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇതിനു വേണ്ടി പ്രതികരിച്ചില്ല അന്ന്? ഇപ്പൊ അവന്റെ തോളെ കൈയിട്ട് നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2.5 വർഷം അവൻ തന്നെ പോരാടിയിട്ടല്ലേ കാര്യങ്ങൾ നടത്തിയത്. അവൻ തന്നെ ഇതിന്റെ പുറകെ നടന്ന് ആ വീഡിയോ പുറത്തു വിട്ടു. എത്രയും നാളും കോൺഗ്രസ് എന്തോ ചെയ്യുമായിരുന്നു.
പ്രതിപക്ഷ നേതാവ് എന്തോ ചെയ്യുമായിരുന്നു ഈ 2.5 വർഷം? ഇതൊക്കെ വെറും നാണം കെട്ട പരിപാടിയാണ്. ഇത് തീർച്ചയായിട്ടും സതീശൻ ഇതിനകത്ത് നല്ലപോലെ എന്തെങ്കിലും ഇവനെ ജനങ്ങൾ വനവാസത്തിന് വിടുവോ ഇത്തവണ? വിടണം, ജനങ്ങൾ വിടണം. ജനങ്ങൾ വിട്ടേ ഒക്കത്തുള്ളൂ. ജനങ്ങൾ മിക്കവാറും 100% എതിരാണ് അദ്ദേഹത്തിന് ഇന്നലെ പുള്ളിയുടെ ശരീരഭാഷ തന്നെ മാറിപ്പോയില്ലേ? ശരീരഭാഷ തന്നെ മാറിപ്പോയി. ഇപ്പോൾ ഈ സതീശൻ ഏകാധിപതിയാണെന്ന് എന്റെ അഭിപ്രായം. അത് ചാനലിൽ ഉപയോഗിക്കണം. കേരളത്തിലുള്ള 1000 പറഞ്ഞാലും കേൾക്കൂല എന്നാ പറഞ്ഞത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് അന്ന് തുടങ്ങിയത് അവന്റെ താല്പര്യം. കാരണം അവന് പിന്നെ കേരളത്തില് സതീശനെ ഇല്ലാതാക്കിയാന്നുള്ളത് വേറൊന്നല്ല. സതീശൻ ഇപ്പൊ പറയും കേരളത്തിലുള്ള 1 തലയടിച്ച് വന്നാലും ഞാൻ വിഷയം മാറ്റുന്ന. അപ്പൊ സത്യത്തിൽ ജനാധിപത്യത്തിൽ അവന് വിശ്വാസമല്ല. ജനാധിപത്യത്തിൽ അവന് വിശ്വാസമില്ല. പിന്നെ എങ്ങനെ അവനെ പിണറായി ഏകാധിപതി എന്ന് പറയുന്നത്? ഇത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിൽ ബഷീർ എന്നാണ് പേര്. എന്താ സാറ് നമ്മൾ ഈ ചാനലില് മറ്റേ കോൺഗ്രസ് പ്രസ്ഥാനം ഈ കേരളത്തിൽ എന്ത് ആയി പോകുന്നു? നമ്മൾ വളരെയധികം സങ്കടത്തിലാണ്. 80 മുതൽക്ക് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. സതീശൻ പറയുന്നത് ഒരു തിരമാല പോലെ ജനങ്ങളെല്ലാം വന്നാൽ പോലും നിലപാടിൽ മാറ്റമില്ല, ഇതെല്ലാം കോൺഗ്രസ് പ്രവർത്തകരുടെ ഉറച്ച തീരുമാനമാണെന്നാണ് പറയുന്നത്. എന്ത് തോന്നുന്നു? ആ നാരി ശരിക്കും പണം വാങ്ങിയിരിക്കുകയാണ്. പിണറായിയുടെ പൈസ ഒക്കെ മേടിച്ചിട്ടേ ഈ കേരളത്തിലെ ജനങ്ങളെ 1 വർഷം വിറ്റ് പണം മേടിച്ച് കണ്ടമാനം ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. അതിന്റെ വീതം പറ്റിയിട്ടാണ് ഈ വാക്കുകളൊക്കെ മാറുന്നത്, പ്രവർത്തിക്കുന്നത്. സാർ, നമ്മൾ ഈ താഴെത്തട്ടില് പ്രവർത്തിക്കുന്ന പ്രവർത്തകരല്ലേ? എന്റെ മകന്റെ പ്രായമുള്ള രാഹുൽ മാങ്കുട്ട് എന്ന് പറയുന്ന പയ്യന് എനിക്കിവിടെ വന്ന് അയാള് സ്വീകരണമൊക്കെ തന്ന് പഴയ കോൺഗ്രസ്സുകാരനെന്നുള്ള നിലക്ക് എനിക്ക് ആരോപണമൊക്കെ തന്ന് പോയ വ്യക്തിയാണ് ആ കുട്ടി. നല്ല പ്രവർത്തകനാണ്. സാഫി പറമ്പില് നമ്മുടെ ബസ്സിൽ MLA പാലക്കാട് കയറി ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി എന്റെ മകൻ വെച്ചിരുന്നു, ചെറിയ മകന്. ഞാൻ സജീവ പ്രവർത്തകനായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ. ആ സമയത്ത് എന്റെ വീട്ടിൽ വന്ന് നല്ല ഒരു പയ്യനാണ് സാഫി പറമ്പിൽ. അവൻ കൈ പിടിച്ചു കൊടുക്കുന്ന അതേ രീതിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിക്കുന്നത്. ഇവരാർക്ക് വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് യുവതലമുറകളെ നശിപ്പിച്ചുകൊണ്ട് ഇവര് 3 മുതുമുഖ്യമന്ത്രികളെന്ന് പറയണം, 3 അവരാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിയമസഭാ സമ്മേളനത്തിന് ഇവൻ കയറാൻ പാടില്ലെന്നാ പറഞ്ഞത്. അവനാരാണ്? അവന്റെ തറവാട്ടിൽ നിന്ന് കൊടുന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അത് അവനല്ല തീരുമാനിക്കും. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള അതിന്റെ ജലക്കെ തെറ്റിങ്ങാണ്ട് അവൻ പ്രവർത്തിക്കുമ്പോൾ ഈ ലക്ഷക്കണക്കിന് പ്രവർത്തകര് ഇതെല്ലാം കണ്ട് സഹിക്കണമെന്നുണ്ടോ? മറിച്ച് ചിന്തിക്കേണ്ടി വരും. ഇവിടുന്ന് ജനങ്ങൾ എല്ലാം ശേഖരിച്ചും കൊണ്ട് ഇവിടുന്ന് AICCക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഈ വ്യക്തിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മണ്ണാർക്കാട് കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഞങ്ങൾ അംഗീകരിക്കൂല. 100% അവർ പറയുന്നത് വഞ്ചനാപരമായിട്ടുള്ള രീതികളാണ്. അതാണ് ഞങ്ങൾക്കിപ്പോ മനസ്സിലാകുന്നത്. ഈ താഴെ തട്ടിയ പ്രവർത്തകർക്ക് മനസ്സിലാകുന്നതല്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാ പയ്യനെ ഇവര് കവലം തീർക്കും നടുവിൽ നിർത്തിങ്ങാണ്ട് ഇവര് പ്രതികരിക്കാത്തത്? ഇവര് 3 പേര് എന്താണ് പ്രതികരിക്കാത്തത്? അവിടെ AICCന്റെ കേന്ദ്രത്തിൽ പോയി KC വേണുഗോപാൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് ഇവിടെ വന്ന് വേറെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. ഈ റിപ്പോർട്ട് എനിക്ക് കേന്ദ്രത്തിൽ കൊടുത്തൂടെ? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ജനങ്ങൾ കംപ്ലീറ്റ് ഇവിടുത്തെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് വിടണം. ഇവരെവിടുന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ നശിച്ചു പോകും. ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പണിയെടുക്കുന്നത്? ലക്ഷക്കണക്കിന് യുവതലമുറകൾ ഇവിടെ തല്ലും ജീവൻ പകുതിയാക്കി കണ്ടൊക്കെ ഇവിടെ ഈ 8-9 വർഷം കണ്ടുകൊണ്ടിരിക്കണം നമ്മളിതൊക്കെ. അവരെയൊക്കെ ഒന്ന് ഒരു വില കൽപ്പിക്കാണ്ടവർ ഏത് സ്ഥാനത്താണ് ഇവരിയ്ക്കുന്നത്? ആ ബോധം അവർക്കുണ്ടോ? അവന് പാൻറ്റും പിറ്റിയത് ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ട് ദുബായിലേക്കൊക്കെ പോയാൽ അത് എന്താവശ്യത്തിനാണ്? അത് ജനങ്ങളോട് പറയണം. അവിടെ യൂണിറ്റ് ഇട്ടിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ? അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം അവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ കിടക്കുമ്പോൾ അവിടെ പോയി ഇങ്ങോട്ട് ഇരുന്നൊരു പയ്യനെ കൊണ്ടുപോയി ആ ലോക്കപ്പിൽ നമ്മൾ ശരിക്കും നേരിട്ട് കാണുകയാണ് സംഭവങ്ങൾ. എന്താണ് സംഭവിക്കുന്നത്? എന്നിട്ട് അതിന് ഇവിടെ ഇരുന്നിട്ട് പിണറായിയുടെ ഇടത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് അവൻ ഊണിക്കുക. അവനെന്താ സത്യമൊന്നും കണ്ടിട്ടില്ലേ? നമുക്ക് ഇതൊക്കെ നമ്മളിവിടെ ഇരുന്ന് സങ്കടം കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയാം. നിങ്ങൾ പറയുന്നത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണിത്. തുറന്നടിച്ച് ജനങ്ങളിൽ ഇത് എത്തിക്കുന്നത്. നമ്മളൊക്കെ നിങ്ങളതിന് ബഹുമാനിക്കുകയാണ്. നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ഒന്നും ഇല്ല. തുറന്ന് പറയാനല്ലേ?
എന്റെ പൊന്ന് സുഹൃത്തെ, അങ്ങേത്തെ തല ഈ ചാനലിൽ കാണിക്കണ്ടേ? അത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭ്രാന്ത് പിടിച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അയാളുടെ ഫോട്ടോ ഇതിനകത്ത് കാണിക്കാതിരിക്കും. വി ഡി സതീശന്റെ ഫോട്ടോ ഇതിനകത്ത് കാണിക്കരുത്. കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ തലയിൽ തല്ലി പറിക്കും. എനിക്ക് അങ്ങനെ കാണുമ്പോൾ കഴിയാൻ എനിക്ക് അങ്ങനെ പേര് പറയുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സ്ത്രീധനം കിട്ടിയതായി കോൺഗ്രസ് പാർട്ടി, അറിയത്തില്ലേ? അവന്റെ മുഖവും തലയും കാണിച്ചല്ലേ പൊന്ന് സുഹൃത്തേ. എനിക്ക് അവന്റെ തലയും അവന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ടും കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ രാഹുലിന്റെ കാര്യം ഓർത്തിട്ട് ഞാൻ എന്റെ പത്തനംതിട്ടയ്ക്ക് അടുത്താണ് എന്റെ വീട്. എനിക്ക് ആ രാഹുലിനെ കാണുമ്പോൾ എനിക്ക് എന്റെ ഹൃദയം പൊട്ടി തകയല്ലോ. എനിക്ക് അതുകൊണ്ട് എന്റെ പൊന്ന് സുഹൃത്ത് അവന്റെ തല കാണിക്കില്ലേ. എനിക്ക് നടക്കാൻ വയ്യാതെ ഒരു വയസ്സായ സ്ത്രീയാണ്. എനിക്ക് നടക്കാൻ വയ്യാത്തത്. അല്ലെങ്കിൽ ഞാൻ തന്നെയല്ല, ഞാൻ ഈ പാർട്ടിക്കാരിയല്ല. എനിക്കൊരാവുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ രാഹുലിനെ കൊണ്ട് ഞാൻ അവിടെ വന്നേനെ. അസംബ്ലി കൊണ്ടുകൊണ്ട് ഞാൻ അവിടെ കയറ്റി. ഇവൻ എന്ത് ചെയ്യും? അവന്റെ പൂർണ്ണത്വമല്ല അസംബ്ലി കാണും. ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടതാ. അവൻ വല്ലതിന്റെ പൈസ മേടിച്ചോണ്ട് കയറിയിരിക്കുന്നു പറഞ്ഞിട്ട് അതുപോലെയല്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ഒരു വ്യക്തിയാണ് ആ കുട്ടി. ആ കുട്ടി അങ്ങനെ ആരാണ് ഈ ലോകത്ത് നല്ലവര്? അത് കല്യാണം കഴിച്ചില്ലെങ്കിൽ അത് ഈ MLA ആണെങ്കിലും മുമ്പങ്ങാണ്ട് പണ്ട് പഠിച്ചോണ്ടിരുന്ന എല്ലാവർക്കും ഉണ്ട്. ഞാനും പഠിച്ചോണ്ടിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു പ്രേമം. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ അങ്ങോട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നും പറഞ്ഞാൽ പ്രേമമല്ല. ഒരു സ്നേഹം. പ്രേമം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനത്തെ പ്രേമത്തിലൊന്നുമല്ല. വെറുതെ കണ്ടങ്ങാണ്ട് നടന്ന കാര്യം പറഞ്ഞുകൊണ്ട് ആ പാവം പിടിച്ച കൊച്ചു പയ്യനെ ഇങ്ങനെ വിട്ടയക്കുന്ന എനിക്ക് സത്യം പറഞ്ഞതിൽ എനിക്കിത് കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എനിക്കതിനെ കാണുമ്പോൾ എന്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഓടിച്ചൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാ തോന്നുന്നത്. ആ പയ്യന്റെ മുഖം എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതിന് എല്ലാവിധ സഹായവും നൽകി ആ കുട്ടിയെ MLA ആക്കി തന്നെ ആ പാലക്കാട് വിടുകയും അതുപോലെ അസംബ്ലി ഹാളിൽ വിടുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് കേട്ടോ. പേര് സില്ല ഉമ്മൻ. ഇപ്പൊ ഞാൻ വാർത്ത കേട്ടോണ്ടിരിക്കായിരുന്നു VD സതീശന്റെ നിലപാട് മാറ്റുന്ന കാര്യം. അയ്യോ, ഇതെങ്ങനെയാന്ന് അങ്ങനെ? ഇവനെ ഇറക്കാനൊരു വഴിയില്ലേ? ആ ബ്ലഡി അവിടെ ഇരുന്ന് ഭരിക്കുന്ന അവനെ കൂടെ എടുത്തത് കുപ്പത്തോട്ടിലെറിയണം ആ പിണറായിയെ. ഇവൻ എന്തോ എടുക്ക? ഇവനെ ഞങ്ങളോർത്ത് ഇവൻ നല്ലവനാണ്. ഇവൻ നല്ല ഒരുമാതിരി അല്ല. ഇത് എങ്ങനെ ഒന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടെങ്കിൽ ഇതൊന്ന് പറയുന്നേ. എന്തുകൊണ്ട് സഭയിൽ കയറാം? ആ സഭയിൽ ഇരിക്കുന്നതല്ല ഇതല്ലേ, അതിനകത്ത് കുടിച്ചു കിടക്കുന്നതല്ല ആ സഭയിലുള്ളവരല്ല. പിന്നെ ഏത് വഴിക്കൂടെ ഇവൻ കയറല്ലെന്ന് പറയുന്നേ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കേരളത്തിൽ ജനങ്ങളുണ്ട്, ഈ വീഡിയോ എടുത്ത് പുറത്തുവിടാൻ ആരുമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ കുറെ 4 പോലീസുകാരെടുത്ത് സുജിത്തിനെ എടുത്തിട്ട് മറിച്ചല്ലോ, ആ 4 പോലീസുകാരെ അവന്റെ വീട്ടിലോട്ട് വിടണം. ഞാൻ സിസ്റ്റർ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ. എന്നിട്ടും ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ദേഷ്യം വരും. ഈ കേരളത്തിലെ ഭരണവും കേരളത്തിലെ ഓരോ രീതി, അവിടെ നിന്ന് താമസിക്കാൻ തോന്നുന്നില്ല ഇങ്ങനത്തെ ഓരോ കളികൾ കാണുമ്പോൾ. എന്താ ഭരണമാ ഇത്? ഇവനെ ജനങ്ങൾ വനവാസത്തിന് വിടുവോ അതോ ജയിപ്പിക്കുവോ? ഒരിക്കലും ഇങ്ങനെ കോൺഗ്രസ് ഗുണം പിടിക്കത്തില്ല. ജയിക്കാനേ പോകുന്നില്ല ഇക്കണക്കിന് ഇങ്ങനെയാണേല്. ഞങ്ങളൊക്കെ ഓർത്ത ഈ രാഹുൽ ഗാന്ധി ഷാഫി പറമ്പിലും ഒക്കെ ഉണ്ട്. മറ്റേ വേറെ 2-3 വിഷ്ണുനാഥ്, വേറെ ഒരു രാഹുൽ മാങ്കൂട്ടം. എന്റെ കർത്താവ്, ഇനിയും ഒട്ടും നോക്കണ്ട കേരളം. ഇപ്രാവശ്യം തന്നെ ഇവൻ തോറ്റാ മറ്റവനെ തന്നെ എടുത്ത് പിടിച്ചു വെക്കുമെന്നാ തോന്നുന്നേ, പിണറായിയെ. അത് കേരളം കട്ടുമുടിച്ചു. ഒരു ഡെവലപ്മെന്റും കൊണ്ടുവന്നിട്ടില്ല. റോഡുകൾ നല്ലതല്ല, ഒരു തരത്തിലും സമാധാനമില്ല അവിടെ നടക്കാൻ. ഇതെന്തോ ഭരണമായി, എന്തോ കോൺഗ്രസ്. ഇത് കോൺഗ്രസിന് എത്ര കിട്ടിയാലും കോൺഗ്രസ് പഠിക്കത്തില്ല. ഇയാളെന്താ ഒന്നും മിണ്ടാത്ത? അതാ ഞങ്ങൾ ഓർക്കുന്നേ. ഇത്രയും നിയമസഭയില് ഇത്രയും അഴിമതി കാണിച്ചിട്ടും പ്രതിപക്ഷം അനങ്ങുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിലോ വല്ലവരും ഈ ചർച്ചയ്ക്കിരുന്നൊക്കെ പറയുന്നല്ലാതെ ഇവന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരെണ്ണം പറയത്തില്ലല്ലോ. കോൺഗ്രസ് എന്ത് കാണിച്ചാലും അവരുടെ മുട്ടൊടിക്കാൻ വരുമല്ലോ ഈ CPM. അതുപോലെ ഈ കോൺഗ്രസും തുടങ്ങിയാൽ തന്നെ ഇവർക്കും വേണ്ട ഒരു മിടുക്കൊക്കെ. ചുമ്മാ അവര് കിടന്ന് അഴിഞ്ഞാടിയാ മതിയോ ഇവിടെ? ഇവര് സത്യവും നീതിയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കോൺഗ്രസിലെ ഏതവനാ ഇവർ സത്യത്തിൽ നിൽക്കുന്നേ? ഇങ്ങനെ അങ്ങോട്ട് നീതിമാൻ പോലെ ചമയുന്നത്. VD സതീശന് നാണമില്ലേ? ഓർത്തഡോക്സിലും മറ്റേ പള്ളികളിലും ഒക്കെ പോയി അവൻ സുവിശേഷം എന്തോന്ന് അവൻ അറിയാമോ? എന്തിന്റെ അർത്ഥത്തിൽ അവൻ സുവിശേഷം പറയുന്നേ? എന്നിട്ട് വന്നിട്ട് ഇത് തോന്നിവാസം കാണിക്കുക. എന്തെങ്കിലും തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടോ? അഥവാ കിട്ടി തന്നെ എന്തുവാ? ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്യേ?
അവന്മാര് പരാതി കൊടുത്ത് അവന്മാരെ കൂടെ കൂട്ടണം. ഒരു വിധി എങ്ങാണ്ട് ഞാൻ വായിച്ചു, പിന്നെ എത്ര ആണുങ്ങൾക്ക് പിന്നെ ശിക്ഷ ജയിലിൽ കിടന്ന് അനുഭവിച്ചോ അത്രയും തന്നെ പെണ്ണുങ്ങൾക്കും കൊടുക്കണമെന്ന്. ഈ പെണ്ണുങ്ങൾ എന്താ എടുക്കുക അവിടെ? രാഹുൽ മാങ്കുട്ടനെ കണ്ടപ്പോ സ്വതന്ത്രമായിട്ട് അവൻ ഇത് ചെയ്യണം, അവനെ ജയിപ്പിക്കാനായിട്ട് അവിടെ ആളുകൾ കിട്ടും. അറിയാമോ? ഇവന്റെ ഒന്നും ഇതിന് പോകരുത്. അവരെന്താ മിണ്ടാതിരിക്കുന്നേ? ധൈര്യമായിട്ട് നിയമസഭയിൽ കയറി പോണം. അവന്റെ കൂടെ ചെറുപ്പക്കാരില്ലേ ആൺപിള്ളേര്? ഇപ്പൊ മാന്യമില്ല. എന്റെ പേര് കഴിച്ചു സാറേ. നമ്മളെ രമേശ് ചെന്നിത്തലൻ മറ്റേ പറവൂര് സതീശനൻ മുക്കാലി കെട്ടിപ്പിടിക്കണം, അതാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സുധാകരനാണ് ഈ പ്രതിപക്ഷ നേതാവെന്ന് എത്ര അന്തസ്സായിരുന്നു. അല്ല, സതീശൻ പറഞ്ഞേക്കുന്നത് ഇത് അടഞ്ഞ അധ്യായമാണ്, ഈ നിലപാട് മാറ്റത്തില്ല, അതുപോലെ ഒരു കാരണവശാലും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയെ പ്രവേശിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ. നടക്കുന്ന കാര്യം ഇപ്പൊ ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്തോരം കൊലയാളികളും കോഴിക്കള്ളന്മാരും പെണ്ണുപിടുത്തക്കാരുമാണ് മാർക്സിസ്റ്റ് പാർട്ടി മന്ത്രിസഭയിലുള്ളത്. ഇത് ആരോപണം മാത്രമല്ലേ സാറേ. ഈ രാഹുൽ മാങ്കുട്ടൻ, ഈ രമേശ് ചെന്നിത്തല പെണ്ണുപിടിച്ചിട്ടില്ലേ, ഉണ്ണിത്താൻ പെണ്ണുപിടിച്ചിട്ടില്ലേ, പാവപ്പെട്ട ഉമ്മൻചാണ്ടി മാത്രം പെണ്ണുപിടിക്കാൻ പോയിട്ടില്ല. അങ്ങനെ ഇപ്പൊ രാഹുൽ മാങ്കുട്ടൻ ഇത്രയും പെണ്ണുങ്ങളെ പിടിപ്പിച്ചിരിക്കുക എന്തെല്ലാം അസംബന്ധമാണ് ഈ പറയുന്നത്. തെളിവ് സഹിതമുള്ളത് മുകേഷ് ഗണേശനൊക്കെ അടിവരെ കൊണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. ഈ ആരോപണം പറയുന്നത് സതീശന് ആരെയും മുക്കാലിക്കറ്റില്ല. സതീശന് ഇപ്രാവശ്യം ഗ്യാരണ്ടി പറയുന്നു. ഞാനത് കൊച്ചിക്കാരനാണ്, ഉറപ്പാണ് സാറേ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇവനെ ഇത്തവണ ജനങ്ങൾ തോൽപ്പിക്കും, വനവാസത്തിന് വിടുവോ? ഉറപ്പായിട്ടും വനവാസത്തിന് വിടും അവനെ. കോൺഗ്രസ് ജയിക്കും മിക്കവാറും. അത് ഇയാൾ നോക്കും, ചിലപ്പോൾ മിക്കവാറും ഇയാൾ നോക്കും. അത്രയ്ക്ക് നമ്മുടെ കൊച്ചിയിലൊക്കെ വെറുപ്പാണ് കിട്ടിയാണ് ഈ സതീശനെ, അത്രയ്ക്ക് വെറുപ്പ്. ഉടനടി ഒരു ആരോപണം ഉണ്ടായിരുമ്പോൾ ഇത്ര പെട്ടെന്ന് അങ്ങേരെ കോൺഗ്രസിന്റെ പാർട്ടിയിൽ രാജിവെപ്പിക്കും. ഇതൊക്കെ അന്യായമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഈ തോമസ് അവർക്ക് എന്ത് കോപ്പറിയാം. അവര് ഭർത്താവ് മരിച്ചതിന്റെ ആ ഒരു ലെവലിൽ ഈ രാഹുൽ മാങ്കുട്ടത്തിലും മറ്റേ ഈ ഷാഫി പറമ്പിലൊക്കെ ഒരുപാട് പരിശ്രമിച്ചുകൊണ്ട് അവർ ജയിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു ഉണർവ് വന്നത് ആ ചെറുപ്പക്കാര് ഇത്രയും ആൾക്കാർക്ക് പോയ നാട് നെറ്റിപ്പോയ നാടെന്നൊക്കെ ഇപ്പൊ ഒതുക്കി കളഞ്ഞ് പ്രതിപക്ഷ നാളത്. അയാളൊക്കെ വാതറങ്ങി സംസാരിക്കുന്ന ഒരാളാണ്. തൊഴിലാളൊന്നുമില്ല നെറ്റിപ്പോയ നാട്. ഇങ്ങനൊക്കെ നല്ല വ്യക്തിയാണ്. അങ്ങനെ ഇപ്പൊ മൂലക്കാരി കൊണ്ടിരിക്കും. ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുകയാണ്. ഇവിടെ ഈ കുറെ പടുക്കിളവന്മാരുണ്ട്. ഈ നാരികളെയൊക്കെ അവിടെ നിന്ന് അടിച്ചോടിച്ചിട്ട് ഇപ്പോൾ നിലവിലുള്ള നമ്മളിപ്പോ കോൺഗ്രസിനെ നമ്മൾ പരാജയപ്പെടുത്തുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് അത് ഒരു നമ്മൾ തന്നെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് പോലെയാണ്. കാരണം ഈ 2 പ്രാവശ്യം ഏകദേശം 10-9 വർഷം കൊണ്ട് ഈ പിണറായിയുടെ വൃത്തിയറ്റ ഈ ഭരണം കാരണം, രാഷ്ട്രീയം കാരണം, കൊള്ളരുത് കാരണം ജനങ്ങൾ ആകപ്പാട് ബുദ്ധിമുട്ട് നിൽക്കുകയാണ് സഹോദര. ഈ ഒരു ഭരണം കൂടെ ഈ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്താൽ ആഫ്രിക്കയെക്കാളും കഷ്ടമാണ് നമ്മുടെ ജീവിതം. ഇപ്പോഴും തന്നെ ഓൾമോസ്റ്റ് അതേന്ന് കായ്ക്കഴിഞ്ഞു. നമ്മൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയതിനെ പറ്റിയുള്ള ഒരു ചർച്ചയല്ല നമുക്ക് ചെയ്യേണ്ടത്. കോൺഗ്രസ് ഭരണത്തിൽ കൊണ്ടുവരണം. പക്ഷെ അതിന് ചെയ്യേണ്ടത് വെച്ചാൽ ഈ സതീശൻ, ഈ രമേശ് ചെന്നിത്തല, കേസുകൾ ഇങ്ങനെയുള്ള ഈ വൃത്തികെട്ട ഈ കുളിച്ചിലും കൂടെയൊക്കെ എല്ലാം ഒഴിവാക്കണം. അഥവാ എവിടെയെങ്കിലും മത്സരിച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് തന്നെ ഒരു ബദലായിട്ട് ആൾക്കാരെ നിർത്തി ഇവനൊക്കെ തോൽപ്പിക്കുകയാണ് വേണ്ടത്. ഇവനൊക്കെ ഇന്ത്യ നിയമസഭയിലോ രാജ്യസഭയിലോ കൊണ്ടുവരാൻ പാടില്ല. കാരണം ഇവനൊക്കെ കൊണ്ടൊന്നും നമ്മുടെ നാടിനോ ജനങ്ങൾക്കോ വളർന്നു വരുന്ന തലമുറകൾക്കോ ഒരു ഗുണം ഉണ്ടാകില്ല. രാഹുലിന്റെ വിഷയം ഈ എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊക്കെ അതിന്റെ പിന്നാലെ ഇവനൊക്കെ ഓടിയത് ഇവരൊക്കെ ഇത്രയും മൂഢന്മാരാണ്. ഇവർക്ക് ഈ ലോകം എന്താണെന്ന് ഇന്നത്തെ കാലത്തുള്ള ടെക്നോളജി എന്താണെന്ന് ഇവരൊക്കെ അറിയില്ലേ? ഈ ടെക്നോളജി വികസിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അമ്മയെ തന്തയാക്കാനും കഴിയും, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കാനും കഴിയും. ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഈ കഴിവുകൾക്ക് ഇല്ലാതെ പോയോ? ഇതിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഇതിനുള്ള ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ വളർന്നു വരുന്ന കുറെ യുവതലമുറകളിലെ മാറ്റിക്കൊള്ളുന്നാടൻ, ജോണോ, രാഹുൽ മാങ്കുട്ടം, ഷാഫി പറമ്പിലും, താണ്ടി ഉമ്മൻ, ഇങ്ങനെ കുറെ യുവതാരങ്ങൾ നല്ല ശോഭിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ ഇവരൊക്കെ ഒരു ഉള്ളുകൊണ്ടുള്ള ഒരു ഭയമുണ്ട്.
അയ്യോ ഇവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം ഇവർക്കില്ലാതില്ല. നാടിനെ സേവിക്കുക എന്നുള്ള ആ താല്പര്യം കൊണ്ടൊന്നും അല്ല ഇവനൊക്കെ ഈ കതറിട്ടിരിക്കുന്ന. ഇവനൊക്കെ ഈ കോൺഗ്രസ് പുഞ്ചിരിയും ചെയ്ത് ചിരിച്ച് കുറെ കുട്ടിയൊക്കെ ഇട്ടിട്ടൊക്കെ ഈ അവിടെ വന്ന് ഓരോ കഥ പറയുന്നത് പോലെയല്ല. ഈ പിള്ളേരൊക്കെ ചത്തുകിടന്ന കോൺഗ്രസിനെയൊക്കെ അവർ ആടിയും പിടിയും കൊണ്ട് അവരുടെ ശരീരം നശിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തില് ഇത്രയും പ്രബുദ്ധമാക്കി ഇത്രയും നല്ല ഒരു ഹരം പോലെ ഉയർത്തിയടിച്ച് കൊണ്ടുവന്നത്. ഇവരൊക്കെ മനസ്സിലായി ഒക്കെ ഇനി അധികാരം കിട്ടുക. അപ്പോഴതിനോട് എനിക്ക് വലിയ കസേരയിൽ ഇരിക്കണം. കാരണം ഈ സതീശനെ പറഞ്ഞാൽ വേറെ കിട്ടിച്ച് അവനാണെങ്കിൽ ആ പാവം ഇങ്ങനെ സുധാകരൻ അങ്ങനെയാണെങ്കിൽ ആത്തുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇതിന് ശേഷമാണ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കാരണം പിള്ളേർക്ക് ഒരു ഊർജ്ജം ഉണ്ടായത്. കാരണം എന്ത് വന്നാലും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ അവിടെ പോലും ഒരു വേദിയിൽ തന്നെ സുധാകരനെ ഇരിക്കുമ്പോൾ സുധാകരനെ ഇൻസൾട്ട് ചെയ്യുന്ന പല പല സന്ദർഭങ്ങളും നമ്മൾ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സതീശൻ കാരണം ഞാൻ ഇതിനുമ്പ് പറഞ്ഞതുപോലെ കഴിഞ്ഞ LDF പണം കൊണ്ട് കൊടുത്തത് മെയിൻ തിങ്സ് ഇവന്മാർ രണ്ടുപേരാണ്. ഈ സതീശനും ഈ ഒരാൾ രമേശ് ചെന്നിത്തലയാണ്. ആ പാവ ഉമ്മൻചാണ്ടിയുടെ ഇവരൊക്കെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത്. ഇത് യാഥാർത്ഥ്യങ്ങളാണ്. ആര് മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് യാഥാർത്ഥ്യമാണ്. അപ്പുറത്തേക്ക് ഈ രമേശ് ചെന്നിത്തല കൂടുതലാണ്. അവൻ ഭൂമിയുടെ മേളിൽ ഉള്ളതിന്റെ ഇരട്ടി അവൻ ഭൂമിയുടെ താഴെയുള്ളവനാണ്. അത്ര കുരുത്തരപ്പെട്ട അധികാരമോശിയാണ്. ഇവരൊക്കെ കാലാകാലങ്ങൾ അധികാരത്തിലിടുന്ന അപ്പക്കഷ്ണം തിന്നി അവനൊക്കെ ടേസ്റ്റ് പിടിച്ചുപോയി. അതുകൊണ്ട് ഈ പിള്ളേർക്ക് വേണ്ടി ഈ രാഹുൽ അവനത് ആണായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള വികാരങ്ങളുണ്ടാകും. അതിപ്പോൾ ഒരുക്കി വീണ്ടു പോകാതെ ഒരിക്കലും ഒരു സ്ത്രീ അവളുടെ പൂർണ്ണ ശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ അവളുടെ അനുവാദം ഇല്ലാതെ ഒരു പുരുഷന് അവളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ കാലങ്ങൾ എത്രയും അവരുമായിട്ട് സംസർഗം ഉണ്ടായതിനു ശേഷം 3-4 വർഷങ്ങൾക്ക് ശേഷം ഇത് വന്ന് പ്രസന്റ് ചെയ്തതിന്റെ ലോജിക്ക് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അത് ഒരു തെളിവ് പോലും ഇല്ലാത്ത കേസിലെത്തി ഇത്ര ഇല്ലാത്ത ഒരു മായ ഉണ്ടാക്കിക്കൊണ്ട് ഇത്രയും പോപ്പുലാരിറ്റി കൊടുക്കുന്നതിന്റെ ഇതിൽ ഒരു വലിയൊരു ഗൂഢാലോചന. അതിനെളുപ്പം ഈ മറ്റുള്ള പാർട്ടിയിലുള്ളവന്മാരും ഇതിന്റെ പിന്നിലുണ്ടാവും. ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിലുള്ളവരും ഇതിനൊരു വഴിയിട്ട് കൊടുത്തിട്ടുണ്ടാകാം. ഞാൻ മലപ്പുറം പേര് മൊയ്തീൻ. രാഹുൽ മാൻകൂട്ടത്തിനോട് രാജിവെച്ചിട്ട് ആ പറവൂരിൽ പോയിട്ട് മറ്റേ ചെറ്റക്ക് എതിരായിട്ട് തനിച്ചൊന്ന് മത്സരിക്കാൻ പറയും ഞങ്ങള്. ആദ്യമായിട്ട് ഞങ്ങൾ കേൾക്കാണ് ഇങ്ങനെ ഒരു സതീശൻ ഒരു ചതിയന്. ഓന് ചതിയനാണ് സത്യത്തിൽ. ഓന് ഒരു മുക്കണ്ണന്മാര് എന്ന് പറഞ്ഞാലേ മുക്കണ്ണ് ഈ തേങ്ങക്ക് 3 കണ്ണല്ലേ അതുമാതിരി മുക്കണ്ണന്മാരുണ്ട് ഇവിടെ നമ്മളെ നിയമസഭയിൽ. പിന്നെ ഒന്ന് ഡൽഹിയിലവിടെ പോയി കിടക്കുന്നത് 2 എണ്ണം ഇവിടെ. ആ രമേശ് തലയൊക്കെ എന്തിനാ അതിനൊക്കെ നല്ലത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണ്. എന്തിനാ ആ നല്ലൊരു ചെറുക്കനെ കൊണ്ടെങ്ങാണ്ട് നാശാക്കിങ്ങാണ്ട് എന്തതിനൊക്കെ പറയാം. ഒരുപാട് ആൾക്കാർ ഈ ചെക്കന് സപ്പോർട്ടാണ് ആ ചങ്ങായിക്ക്. ഈ 2-3 സാധനങ്ങൾ മാത്രം, പിന്നെ 2-3 പെണ്ണുങ്ങളും ഇതൊക്കെ കാണുന്നല്ലോ ജനങ്ങള്. ഇനിയുണ്ടല്ലോ കോൺഗ്രസ് വരെ ചെയ്യൂല. ഈ സതീശന്റെ ഈ നിലപാട് ഇത് UDF ഭയങ്കരമായിട്ട് നാശം ഉണ്ടാക്കത്തില്ലേ ഇവന്റെ ഈ നിലപാട്? മൂക്ക് കീപ്പട്ടായ എല്ലാ ജനങ്ങളും പറയുന്നത് അതാണ്. ഈ സതീശൻ ചതിയനാണ് ഓന പിണറായിന്റെ ഒക്കെ ഇരുത്തിയിരുന്നെങ്കിൽ ഓന 5 പേർ 5 പേരിൽ ഒന്നിച്ചാണോ നക്കിയില്ല. എന്തിനാ ഓനൊക്കെ എവിടെയെന്ന് ഈ ചങ്ങായിയൊക്കെ ആദ്യം കടന്നിരുന്ന ഒരു കൊടുത്തോല. ഇപ്പോഴാണ് ഒരു സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2-3 ആൾക്കാരുണ്ട്. എന്തിനാ തിറ്റങ്ങളൊക്കെ ഇപ്പൊ സത്യത്തിൽ പറയാനാണ് ഈ 3 ഷാഫി പറമ്പില് പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തിറ്റങ്ങളൊക്കെ കയറി വന്നിട്ടാണ് ഒരു ജീവൻ കിട്ടിയത് ഈ കോൺഗ്രസിന്. മറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടായ പിന്നെ എങ്ങനെ ഉണ്ടാകുക? ഇതല്ലേ സാധനങ്ങൾ. എന്തിനാ പെണ്ണിൻ്റെ ഉള്ളിൽ കയറി കണ്ട അയാള് ദുബായിലൊക്കെ പോയി വെറുതെ മനുഷ്യനെ പറയിപ്പിക്കാൻ വേണ്ടി എന്താ പേനൊക്കെ പറയാ? ഇതിനൊക്കെ എന്താ പറയാ? മനുഷ്യന് ഇത് എങ്ങനെയും ഒന്ന് തീർന്നിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഇങ്ങനെ ഓരോരോ സംഭവം കയറി വന്നാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടുക ആൾക്കാർ? ഈ ഭരണം കൊണ്ട് മനുഷ്യന്മാർ കൃതിയെടുക്കണം സത്യത്തിൽ. സുബ്രഹ്മണ്യം പുഴുക്കുന്നത് എനിക്ക് കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലെ ഏറ്റവും വിശ്വസ്തവും നല്ലവനുമായ 2 നേതാക്കന്മാരാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അപ്പൊ ഇവരെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ VD സതീശൻ കോൺഗ്രസ് പാർട്ടിക്കാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ജീവിതത്തിൽ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല. സാർ അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാറിന്റെ ശ്രമങ്ങൾ ഉണ്ടാവണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വരണം.
ഈ രാഹുൽ മാങ്കുട്ടത്തിൽ വളർന്നു വന്നെങ്കിലേ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ഉണർവുണ്ടാവുള്ളൂ. അതുപോലെ ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും ഇവര് കുറെ കിഴങ്ങന്മാര്, ഇവര് പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയും. പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്തില്ല, അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഇവനെ ഒരു കാരണവശാലും ജയിപ്പിക്കരുതെന്നാണ് എനിക്ക് പറവൂർ മണ്ഡലത്തിലുള്ള ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സതീശനെ ഒരു കാരണവശാലും ജയിപ്പിക്കരുത്. ഇവൻ മുഖ്യമന്ത്രി കസാരയ്ക്ക് കച്ച കെട്ടിയിരിക്കുക. ഒരു കാരണവശാലും ഇവനെ കയറ്റിവിടരുത്. അതാണ് എനിക്ക് അവിടുത്തെ മണ്ഡലത്തിലുള്ള ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ രമേശ് ചെന്നിത്തല, കോൺഗ്രസ് നല്ലൊരു പ്രസ്ഥാനമായിരുന്നു, അതിനെ താക്കാൻ കുറെ ഇത്തരം ശുദ്ധ ജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് വോട്ട് ചെയ്ത് പാരമ്പര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലും കിടന്ന് നമുക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു. അപ്പൊ ഇവരത് നശിപ്പിച്ചു കളഞ്ഞു. ഷംസു, അപ്പൊ നമ്മള് ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. പക്ഷെ കഴിഞ്ഞ ദിവസം സതീശൻ പിറവത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊന്ന് തടയാൻ തീരുമാനമായിട്ടാണ്. അപ്പൊ മണ്ഡലം പ്രസിഡന്റ് കാര്യം പിടിച്ചുകൊണ്ടാണ് ഞങ്ങള് തടയായിരുന്നത്. പിറവ് മണ്ഡലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മണ്ഡലം പ്രസിഡന്റ് ഞങ്ങളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്ത് നടന്ന ആൾക്കാരായതുകൊണ്ട് പുള്ളി ഞങ്ങളുടെ കാല് പിടിച്ച് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അന്ന് പുള്ളിയെ തടഞ്ഞാൽ ഞങ്ങള് തടയുന്നതിനിപ്പോ ഇത് കണ്ടല്ലോ. പുള്ളി അന്ന് കാല് പിടിച്ചിട്ട് രാത്രി എല്ലാവരും വീട്ടിൽ കയറി ഇരിക്കുന്നത് അവര് സംഘടിക്കുന്ന ഓണാഘോഷ പരിപാടിയാണ്, അപ്പൊ അത് തകർക്കരുത് ചതിക്കരുതെന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് ഇതാക്കി പറഞ്ഞു. എന്തായാലും എനിക്കിപ്പോ പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞില്ലേ, യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തോട്ട് വന്നപ്പോഴാണ് കോൺഗ്രസ് എന്നാ പറഞ്ഞ പൊട്ടി തന്നെ മുളച്ചത്. കോൺഗ്രസ്സുകാരുടെ നാട്ടിലുണ്ടായത്, ജനങ്ങളുണ്ടായത്, കോൺഗ്രസിന് അണികളുണ്ടായത്, കോൺഗ്രസിന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ടായത്. സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലോ കെ.സി. വേണുഗോപാലോ ഒന്നും വിചാരിച്ച ഇവിടെ ഒന്നൊരു ചുക്കും നടക്കാൻ പാടില്ല. ഇവരാണുള്ള യോഗ്യതയില്ലല്ലോ വോട്ടെന്ന് പറയാനുള്ളത്. പുള്ളി ഒരു നിയമസഭാ മെമ്പറല്ലേ, പുള്ളിക്ക് ധൈര്യമായിട്ട് പോകാമല്ലോ. സതീശൻ പോകണ്ടെന്ന് പറഞ്ഞ സതീശന് വെളുപ്പുണ്ടെങ്കിൽ പിണറായിയുടെ കൂടെ ചാപ്പാട് കഴിക്കുമോ? ഓണത്തിന് ചാപ്പാട് കഴിക്കുമോ? സതീശന് വെളുപ്പുണ്ടെങ്കിൽ നാണമുള്ളവനാണ് കഴിക്കുമോ? അപ്പൊ രാത്രി ഒരു വേഷവും പകലൊരു വേഷവും സതീശന്റെ. സതീശന്റെ തവണ പറവൂര് പൊട്ടി പാളി തെളിച്ചു. കാരണം നമ്മൾ വണ്ടി കൊണ്ട് ഓട്ടം നമ്മൾ ഓരോ ജാഗ്രത ചോദിച്ചാൽ ആ വിളിക്കുമ്പോഴത്തേക്കും ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് കേൾക്കാമല്ലോ. ജനങ്ങൾ ഇവിടെ പ്രതികരണം നമുക്കറിയാൻ പറ്റൂല്ലോ. ഈ പറവൂർ എങ്ങനെയുണ്ട് ഇവന്റെ സ്റ്റാൻഡ്? ഒരു സ്റ്റാൻഡില്ല സാറേ, ഒരു സ്റ്റാൻഡില്ല. ഞാൻ വണ്ടി ഓട്ടം പോകുമ്പോഴത്തെ നമുക്ക് ഒരേ കടലിൽ പാല് വെക്കണം, നമുക്കറിയാലോ. കടകളിൽ പാല് വെക്കുന്നതോടെ നമുക്കറിയാൻ പറ്റും. യാതൊരു സ്റ്റാൻഡും സതീശനെ കോൺഗ്രസ്സുകാർക്ക് തന്നെ മടുത്തു. സതീശൻ വ്യക്തിനുണ്ട്. സുധാകരനായിട്ട് ആരായിട്ട് ഫൈറ്റ് ചെയ്യും? രാഹുലിനെ പോലെ ആരായിട്ട് ഫൈറ്റ് ചെയ്യാൻ തന്റെ മറ്റേ ആ സണ്ണി ജോസഫിനെ എടുത്തു രമേശ് ചെന്നിത്തലിനെ എടുത്തു കളയട്ടെ, സതീശനെ എടുത്തു കളയട്ടെ, കെ.സി. വേണുഗോപാലിനെ എടുത്തു കളയട്ടെ. അവരുടെ ആരും ഒന്നുമല്ല. വലിയ നേതാവെന്ന് പറഞ്ഞ് വെള്ളക്കുപ്പായ ഇട്ടുകൊണ്ടിരുന്നോണ്ടൊന്നും ഒരു കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടം മുമ്പോട്ട് ഇറങ്ങിയിട്ട് രാഹുൽ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ കോൺഗ്രസിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ രാഹുൽ ഷാഫിനെ കഴിക്കുന്ന ആളില്ല. അവര് വളർത്തിക്കൊണ്ടതാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ്. ഞാൻ വിളിക്കുന്നത് മിക്കറഗിരി സതീശന്റെ പ്രസ്ഥാനം കേട്ടിട്ട് എന്ത് തോന്നുന്നു, എന്ത് പറയാൻ കഷ്ടം തോന്നുന്നു. ആ പയ്യന്റെ കാര്യം എന്ത് ചെയ്യാൻ ഇതിനെ എന്ത് ചെയ്യും? ഇവൻ ആരും കാശും അച്ചാരം വാങ്ങിച്ചിട്ടാണെങ്കിൽ സാറ് പറഞ്ഞാണെങ്കിൽ ഇവന്റെ വീട്ടിൽ പണി കിട്ടിയാന്ന് അറിഞ്ഞില്ലവർ. എന്ത് ഞാൻ പയ്യന്റെ കാര്യം ഓർത്തിട്ടൊന്ന് സങ്കടം തോന്നുന്നുള്ളൂ സാറേ. സത്യം ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടാനില്ല. ആരെ വിളിക്കേണ്ടായിരുന്നു? ഇവൻ ഇത്രയും അഹങ്കാരം ഇവിടെ നിന്ന് കയറിയത് ഈ ആർക്ക്? ഇവന്റെ വീട്ടിലെ വോട്ട് കൊണ്ടാണോ പറയാം ഈ പ്രതിപക്ഷ നേതാക്കളായത്? സാറ് പറയാം, ഒരു വളർന്നു വരുന്ന ഒരു പയ്യനെ ഈ കണക്കിന് അവന്റെ വാണ പോളാക്കാനായിട്ട് കള്ള കേറ്റ യമ അവിടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഈ പെണ്ണുങ്ങളൊന്ന് കാശ് വാങ്ങിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ് കഥ മാറി. കാരണം അറിയൂ, ഇവ ആ പെണ്ണുങ്ങളൊന്ന് കാശ് വാങ്ങിച്ചിട്ട് ഇറങ്ങിയേക്കുന്നതാണ്. ഇവനെ ജനങ്ങൾ കേരളം ഇരച്ചു വന്നാലും അവൻ അനങ്ങൂലോ. ഇലക്ഷൻ തീരും, കോൺഗ്രസ് പൊട്ടും. ഈ കോൺഗ്രസ്സുകാരാണ് യമന്റെ മണ്ടക്കറിഞ്ഞ അല്ലെങ്കിൽ സാറ് അത്ര സങ്കടമുണ്ട്. ആ ഒരു എനിക്ക് 10-60 വയസ്സായി. ഞാൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. ഒരു പാവപ്പെട്ട പയ്യനെ ഈ കണക്കിന് നമ്മൾ എത്ര ദിവസം കൊണ്ട് വീട്ടിൽ കിടന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാതെ കിടന്നത് അത്ര സങ്കടം തോന്നുന്നുണ്ട്. അവന്റെ വീട്ടിൽ അവന്റെ അമ്മ, അവന്റെ സഹോദരങ്ങൾ, ഇവനൊക്കെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കുഴിയിലാക്കാൻ വേണ്ടിയാണ് അവൻ നടക്കുന്നത്. കാരണം അവന് മുഖ്യമന്ത്രിയാവും. ഇവന് മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞു ആണത്തോളം ഒരു ജാറ്റിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അയാളെ മാറ്റി. ഇപ്പൊ യുവക്കുറുക ആട്ടണ ഓർമ്മനാണ് ഇപ്പോഴത്തെ ജാറ്റിന്റെ പ്രസിഡന്റ്. ഒരു നട്ടല് ഇല്ലാത്തത്. അല്ലെങ്കിൽ അയാളിൽ നിന്ന് പറയണ്ടേ അവൻ എന്ത് തെറ്റ് ചെയ്തു? അവന്റെ പേര് തെളിവുണ്ടോ, കേസുണ്ടോ?
ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് അവനെ പാർട്ടിയിൽ പുറത്താക്കി? നിയമസഭാ സമ്മേളനത്തിൽ പോകരുതെന്നാണ് ഇവൻ ഭീഷണിപ്പെടുന്നത്. എന്ത് തോന്നുന്നു? നിയമസഭ എവന്റെ വകയാണ്? നിയമസഭ കേട്ടില്ലെന്ന് പറയും. നിയമസഭയിൽ എവൻ കേട്ടില്ലെന്ന് പറഞ്ഞു. എവൻ വെള്ളിലിറങ്ങിയ ആയിരക്കണക്കിന് ഗുരുതരമായ എവന്റെ ഈ കൊല്ലി ചെറുക്കന്റെ പറയുകയാണ്. നിയമസഭയിൽ കേട്ടില്ലെന്ന് പറയും. ഇവന്റെ വകയാണ് നിയമസഭ ഉണ്ടാക്കി വെച്ചാൽ ഇവന് മാത്രമേ ഇരിക്കാനുള്ളതാണോ നിയമസഭ? ഇവൻ ആ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് പൈസ മാറ്റിട്ട് ഒരു കാര്യം യമൻ മാറി കഴിഞ്ഞിട്ടപ്പോൾ അവൾ യമന്റെ മണ്ടക്കില്ല. യമ ഒരു ഊരാ കുടിച്ചിൽ പെട്ടി കിടക്കിയത് ഈ സതീശ്. അതാണ് യമൻ. കാരണം യമൻ ഇത്രയും അഹങ്കാരം ഇവിടുന്നുണ്ടായി. ജനങ്ങളുണ്ടെങ്കിലല്ലേ യമൻ നേതാവുള്ളൂ. ഇവൻ ഒറ്റയ്ക്ക് യമൻ നേതാവാണോ? ഈ പരമ നാറി കേൾക്കാം. കാരണം ഒരു പാവപ്പെട്ട കൊച്ചു ചെറുക്കനെ അവൻ ഒരു 32 വയസ്സാവും. 32 വയസ്സ് യമ ആരെല്ലാം വീട്ടിൽ കയറി നിക്കറിയിക്കൊണ്ട് കയറി ഓടിക്കൊണ്ട് മാറി പറവൂർ ഞാമ്പേറെ വീട്ടിൽ നിർത്തിയാൽ ഓടിയെന്നല്ലേ ഇപ്പൊ ഇന്ന് വലിയ കവർ ഉടയാതെ ഇങ്ങനെ എറിഞ്ഞ് ഒരു അരി ഗോൾഗേറ്റിന്റെ പരസ്യങ്ങൾ എപ്പോഴും പല്ലും വെളിയും കാണിച്ചു നടക്കുന്ന കള്ളനാണ്. പിണറായി വിജയനെ കാണവേ ആയിരിക്കും ഇപ്പൊ. അപ്പൊ അങ്ങേര് ഇവനേക്കാളും ഭേദം അങ്ങേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറയും, ഇവനേക്കാളും ഭേദം അങ്ങേരാണ്. ഇങ്ങേരെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് കംപ്ലീറ്റ് പിണറായി വിജയൻ പറയാൻ അപ്പുറത്തില്ല. അതേ സ്ഥിതിക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്റ്റഡി ക്ലാസ്സിലാണ് ഇപ്പൊ ഈ കേക്കട്ടെ. സത്യം പറയാം, അതാണ് അതിന്റെ അവസ്ഥ. പിന്നെ അതിന് പറ്റിയ ഒരു KPCC പ്രസിഡന്റ് ആണത്തോടെ ഉണ്ടായിരുന്നു. അയാളെ മാറ്റി എന്താ ചെയ്ത് മാറ്റി. പിന്നെ ഈ വേണുഗോപാൽ എന്ന് പറയുന്ന ആ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഓടി അയ്യാക്കും ഉള്ള കാര്യം പറയാൻ. അപ്പൊ അവൻ പറഞ്ഞത് എങ്ങനെയില്ലേ എങ്ങനെയെങ്കിലും ആ പാവപ്പെട്ട പയ്യനെ രക്ഷപ്പെടുത്തുന്നത്. എൻ്റെ സ്ഥലം നായരങ്ങാടി പരിയാരം ആ ഭാഗമാണ്. ഞാൻ റോസ്ലി ജോസഫാണ്. 67 വയസ്സ് എനിക്കുണ്ട്. എനിക്ക് നമ്മുടെ ഈ കോൺഗ്രസിൻ്റെ ഈ കാര്യങ്ങൾ കേട്ടിട്ട് തന്നെ വിറയ്ക്കുന്നു സാറേ. വേറെ ഒന്നല്ല, ഈ മാങ്കൂട്ടത്തിന് ഈ കാണാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് മുഴുവൻ അവനെ കുറ്റപ്പെടുത്താൻ 18 വയസ്സ് തുടങ്ങി 60 വയസ്സായി പെണ്ണുങ്ങൾ ഗർഭിണിയായെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഷഡ്യൂൾ തോളിലിട്ടിട്ടാണ് പെണ്ണുങ്ങൾ ഗർഭിണിയായത്. ഇവൊക്കെ വാർത്താനത്തിനൊക്കെ നമ്മുടെ അവനൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാം. രംഗത്ത് കുത്തിരുന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആൾ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് സബത്തിങ് പേടിച്ച് പിണറായി തീട്ടൊന്ന് കുത്തിരുന്നവനെ ഇനി ഇങ്ങോട്ട് കോൺഗ്രസിന്റെ പേരും പറഞ്ഞ ആ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മൂത്രത്തിൽ ചൂല് മുക്കിയല്ല, തീട്ടം മൂത്രം കൂടി കുഴച്ചിട്ട് ചൂല് മുക്കിയിട്ട് മോന്തയ്ക്ക് അങ്ങോട്ട്. ഞാൻ ശരിക്കും കോൺഗ്രസ് എന്ന് പറയാറില്ല. എൻ്റെ അപ്പനൊക്കെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആളായിരുന്നു. പക്ഷേ ഞാൻ പറയാറ് അവരുടെ കോണത്തെ ഗ്രീസ് എന്ന് ഞാൻ പറയാറ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുമ്പിട്ട് ഒരു സാധനം എടുക്കാൻ പാടില്ല, നീർന്നൊരു സാധനം എടുക്കാൻ പാടില്ല, നീർന്ന് നിന്നുകൊണ്ട് ഷർട്ടിൻ്റെ തേച്ച വട്ട് പോവരുത്. അതേ തരത്തിൽ അവരെ പെരുമാറ്റം. പക്ഷേ വോട്ട് ചെയ്യാറായി അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസിന് ഞാൻ ചെയ്തേക്കണേ. എനിക്ക് എന്ത് വിഷമം എന്നറിയോ, ആ കൊച്ചു കുട്ടിനെ ഈ തരത്തിൽ എല്ലാവരും കൂടി പറഞ്ഞ് അതിനാക്കിയന്നെ ഓരോ ജില്ല തോറും മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് അവനോടൊരു വോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സമ്മതം എന്നാണ് കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ അവന് ചെയ്യിപ്പിക്കുക സാറേ. എനിക്ക് ഇത്ര പറയാനുള്ളൂ. എനിക്ക് വിദ്യാഭ്യാസമൊക്കെ കുറവാണ്. അതിന്റെ നിലയ്ക്ക് ഞാൻ എനിക്കുള്ള അറിവിൽ ഞാൻ പറഞ്ഞൊന്ന് മാത്രം. കേക്കച്ചൻ ഇങ്ങോട്ട് പറ്റങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലേ, ഇത് തന്നെ ഇനി അവന് ചെയ്യാൻ പോണേ. കോളത്തി ഗ്രീസും കൊണ്ട് ഇങ്ങോട്ട് പറ്റവൻ അതുപോലെ ഈ നിയമസഭയിൽ വരാൻ പാടില്ലെന്ന് ഇവൻ പറയുന്നത്. ഇവനാണ് വരാൻ പാടില്ലാത്ത. രാഹുലിനെ പറ്റിയല്ല, കുറെ പെണ്ണുങ്ങൾ നോക്കി നിന്നുകൊണ്ട് ആ ചെക്കൻ്റെ പേര് മോശമാക്കാനായിട്ട് ഓരോ നാറികൾ ഇറങ്ങിയേക്കണതാ. അവളാരൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയാം. അതിനൊക്കെ സുന്ദരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ല സാരിതേനെ പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടിക്ക് ഒരു നേരം പ്രതി അതിൻ്റെ ഭാര്യയുടെ അടുത്ത് പോകാനുള്ള കഴിവിച്ചിട്ടില്ല ആ മനുഷ്യന്. എന്നിട്ടാണ് ഈ സരിതയുടെ അടുത്ത് പോയെന്ന് പറഞ്ഞ് കോടികൾ അവൾ വെട്ടിച്ചത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പെൺകുട്ടീനെ ഇറക്കിയിട്ട് ഈ സതീശൻ കാണിക്കുന്ന കളി. ഇതൊന്നും ഇത്ര രംഗത്തിരിക്കുന്ന ആളുകൾക്ക് അറിയാനുള്ള വിവരമില്ലേ? വരും എന്റെ പൊന്നെ വരുമെന്നാ സാറ് ഇത്ര രംഗത്തിരുന്നിട്ട് സാറിന് ഈ കാണാവുന്ന ജനങ്ങളുടെ വിളി വന്നിട്ട് ഒന്നും മനസ്സിലാവണല്ലേ? അവനിപ്പൊ തന്നെ പോണം, അവനും പോണം, അവന്റെ കൂടെ നിൽക്കണവനും പോണം. ഇവരൊന്നിനി വേണ്ട. ആ ചെറുപ്പം പിള്ളേരുകളുണ്ട്, ആ ഷാജി അതുപോലെ തന്നെ ഈ മാങ്കുട്ടൻ, ഇവരൊക്കെ രംഗത്ത് വന്ന നമ്മുടെ കോൺഗ്രസിന് ഒരു തട്ടലുണ്ടാവും. ഈ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഒക്കെ നന്നായിട്ട് പാട് കഴിച്ച് ഇത്ര പേര് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്തുട്ടാ സാർ ഇത് കാണണേ? കുളം കലക്കി പരതിന് കൊടുത്തില്ലേ? ഇവര് കോൺഗ്രസിന്റെ പേരും പറഞ്ഞുകൊണ്ട് മറ്റവന്റെ ഇന്ന് പേടിച്ച് തീട്ടുന്ന നടക്കണേ. ഇവരൊക്കെ മൂത്തയ്ക്കണ്ട. ഞാനൊക്കെ എനിക്ക് പറ്റിയതുകൊണ്ട് അവരുടെ ഷർട്ടിന്റെ കോളർമെങ്കിൽ പിടിച്ച് മുന്നോട്ടൊരു വലിയ വലിച്ചിട്ട് 2 കൊടുത്തിട്ട് അവനെ പിന്നോട്ടങ്ങോട്ട് തള്ളിവിടും. ആര് ചോദിക്കാനുണ്ടെങ്കിലും മറ്റേ അന്തസ്സായിട്ട് ഞാൻ പറയും. ഇപ്പോഴും ഞങ്ങൾ ഈ കൃഷി കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഈ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് വിറയ്ക്കാണ്. ആ ചെറുപ്പം ചെക്കനെ ഇതേപോലെ ആക്കിയാണ്. ഈ ജില്ലകൾ തോറും സാറ് അവന് വേണ്ടിയിട്ട് വോട്ട് വെച്ച് നോക്കി. അവനിന്ന് ഒരാൾക്കും ഒരു വോട്ടും കിട്ടില്ല. അവന് കിട്ടി. അവനെ ആരും കണ്ട് പറയണം സുന്ദരമായിട്ട് ഉന്നത പദവിയിൽ നമുക്ക് അവനെ ഇരുത്താം. സാറ് അതിനെന്തെങ്കിലും ഒരു വഴി നോക്കിട്ടാ. i2i ന്യൂസ് റിയാക്ട് 4i
ജനങ്ങളുടെ പ്രതികരണം തുടരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.